വി.ഡി. സതീശനെ സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ വലിച്ചിറക്കുന്ന കാണാം. 2 വർഷം കഴിയട്ടെ, ചിലപ്പോൾ 1 വർഷം തയ്ക്കുന്നതിന് മുമ്പ് ഇയാളെ പാര വെച്ച് പുകച്ച് അടിക്കും എല്ലാവരും. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ കക്ഷിയെ നിങ്ങൾക്ക് മനസ്സിലായോ? ഇതാണ് യൂട്യൂബർ ചെകുത്താൻ. അപ്പോൾ പുള്ളിക്കാരൻ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഒന്ന് റീച്ച് ആകാൻ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് വൈറലാകാൻ വേണ്ടിയിട്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. പല രീതിയിലും പല വഴികളും പുള്ളിക്കാരൻ നോക്കിയിട്ടുണ്ട്. ഇപ്പോഴത്തെ അവസാനം നമ്മുടെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സാറിനെ കുറിച്ച് വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ ഒരു മീഡിയക്കാരുടെ മുന്നിൽ വന്ന് പറയുകയാണ്. എന്തായാലും നമുക്ക് ചെകുത്താൻ നമ്മുടെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സാറിനെ കുറിച്ച് പറയുന്നത് എന്താണെന്ന് നമുക്ക് ആദ്യം ഒന്ന് കാണാം. വി.ഡി. സതീശനെ സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ വലിച്ചിറക്കുന്ന കാണാം. 2 വർഷം കഴിയട്ടെ, ചിലപ്പോൾ 1 വർഷം തയ്ക്കുന്നതിന് മുമ്പ് ഇയാളെ പാര വെച്ച് പുകച്ച് അടിക്കും എല്ലാവരും. പറയാൻ പറ്റത്തില്ല. ഈ ടീമുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ അംഗം ഉണ്ടെന്ന്. ആദ്യം മുഖ്യമന്ത്രി ആകുന്ന ആരാന്ന് ഇത്ര ഡൗട്ട് എന്തോ ആണ്. നീ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആകുന്നതിന്റെ തലേ ദിവസം വരെ ആരാ മുഖ്യമന്ത്രി എന്ന് അറിയാതെ ഇവിടെ ആരെങ്കിലും തെണ്ടി കിടക്കുന്നുണ്ടോ? അത്രയ്ക്ക് സംഘടനയ്ക്കൊരു ഒരു പാർട്ടി എന്തോ ആയിക്കോട്ടെ. ഈ ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ ഒരാൾ വലിയ ഭരണമാണ്, അയാൾ ഭയങ്കര ജനകീയനാണ്, അങ്ങേറ്റത്തെ കൊണാണ്ട്രാന്ന് പറഞ്ഞിട്ട് അയാളുടെ ഭരണത്തിന്റെ മികവ് കൊണ്ട് പിണറായി വിജയൻ ഒന്ന് കയറി കഴിഞ്ഞിട്ട് 10 വർഷം കഴിഞ്ഞ് ഇറങ്ങേണ്ടി വന്നുള്ളൂ. കാരണം 5 വർഷം കഴിഞ്ഞിട്ടും നാട്ടുകാർക്ക് എന്തോ വെറുപ്പ് കിടക്കുക കോൺഗ്രസിനോട് മൊത്തത്തില്. അതേപോലെ വെറുപ്പ് ഇവരുണ്ടാക്കിയിട്ട് ഇനി അടുത്ത 15 വർഷം നോക്കണ്ട. അടുത്ത വർഷം 10 വർഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്നതിനിടയിൽ പിന്നെ വരുന്നത് BJP കമ്മ്യൂണിസ്റ്റേ കാണത്തുള്ളൂ. കോൺഗ്രസ് തീർന്നു, ലാസ്റ്റ് റൗണ്ടാ കോൺഗ്രസിന്. ഇതിന്റെ സെറ്റിംഗ് എങ്ങനെ മാറുന്നറിയോ? 5-5 വർഷം വെച്ചല്ലാന്നോ? ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് 10 വർഷവും കോൺഗ്രസ് 5 വർഷമായിട്ട് വേണം മാറ്റാം. നമ്മുടെ വി.ഡി. സതീശൻ സാറിനെ കുറിച്ച് വളരെ അയാൾ ഈ ഒരു പ്രാവശ്യം കൂടെ ഭരിക്കത്തുള്ളൂ, ഈ ഒരു 5 വർഷം മാത്രമേ ഭരിക്കത്തുള്ളൂ, കാരണം ജനങ്ങൾക്ക് അത്രത്തോളം വെറുപ്പാണ് കോൺഗ്രസിനോടെന്നാണ് ചെകുത്താൻ പറയുന്നത്. അങ്ങനെ ജനങ്ങൾക്ക് കോൺഗ്രസിനോട് വെറുപ്പായിരുന്നുവെങ്കിൽ ഇപ്രാവശ്യം കോൺഗ്രസ് ജയിക്കില്ലായിരുന്നു. ഈ പറയുന്ന വി.ഡി. സതീശൻ സാർ മുഖ്യമന്ത്രി ആവില്ലായിരുന്നു. കാരണം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടുള്ള എല്ലാവിധ റെസ്പെക്റ്റും അല്ലെങ്കിൽ വിശ്വാസവും എല്ലാം ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടു. അതിന് ഉദാഹരണമാണല്ലോ 10 വർഷം പിണറായി സർക്കാർ ഭരിച്ചു. ജനങ്ങൾക്ക് എന്ത് പ്രയോജനം ഉണ്ടായി? അവസാനം ഇപ്രാവശ്യം ജനങ്ങളൊന്ന് മാറ്റി ചിന്തിച്ചു, ഒരു മാറ്റം വരണമല്ലോ. അങ്ങനെ കോൺഗ്രസിന് വോട്ട് ചെയ്ത് നമ്മുടെ വി.ഡി. സതീശൻ സാറ് മുഖ്യമന്ത്രിയായി. ഇപ്പൊ അദ്ദേഹം മുഖ്യമന്ത്രിയായി കയറിയതിനു ശേഷം ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞു. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, അവരായിട്ട് തന്നെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് നൽകുന്ന ഒരു പദ്ധതിയാണ് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. എന്തുകൊണ്ട് നല്ലത് തന്നെയാണ്. ഇനിയിപ്പോൾ അതിനെതിരായിട്ട് പുരുഷ കമ്മീഷൻ ഭയങ്കരമായിട്ട് പ്രതിഷേധവും കാര്യങ്ങളൊക്കെ നടക്കും എന്ന് കേൾക്കുന്നു. കാരണം ഈ വരുന്ന ജൂൺ 15-നാണ് സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന് പറയുന്ന ആ ഒരു സംരംഭം തുടങ്ങുന്നത്. എന്തായാലും നല്ലൊരു കാര്യം തന്നെയാണ്. ഇവിടെ ചെകുത്താൻ പറഞ്ഞു വെക്കുന്നത് ഇനി കോൺഗ്രസിന്റെ ലാസ്റ്റ് ഭരണമാണിത്, ഇനി കോൺഗ്രസ് ഭരണത്തിൽ വരില്ല, ഇതൊക്കെ ഈ പറയുന്ന ചെകുത്താന്റെ വെറും തോന്നലുകൾ മാത്രമാണ്. ഇപ്പൊ ഈ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ കേരളത്തിൽ വന്നു കഴിഞ്ഞു. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് നമ്മുടെ രമേശ് ചെന്നിത്തല സാർ മുൻകൈ എടുത്ത് നടത്തുന്ന തൂഫാൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ തൂഫാൻ, അതായത് ലഹരി വിമുക്ത കേരളം. ആ ഒരു ഓപ്പറേഷൻ അത് ശരിക്കും പറഞ്ഞാൽ നല്ല കിടിലനായിട്ട് അത് നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥരാണെങ്കിൽ പോലും നല്ല രീതിയിൽ ആ ഒരു വിഷയത്തിൽ അവർ പ്രയത്നിക്കുന്നുണ്ട്. നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് ലഹരിയെ നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ ഇല്ലാതാക്കണം. കാരണം നമ്മുടെ വരുന്ന തലമുറ, നമ്മുടെ മക്കളൊക്കെ ഈ ഒരു ലഹരിക്ക് അടിമയാകാതിരിക്കണം എന്നുണ്ടെങ്കിൽ ലഹരിയുടെ ഉപയോഗം തീർച്ചയായും ഇല്ലാതാക്കണം. അതിനു വേണ്ടിയിട്ടുള്ള നമ്മുടെ ഈ സർക്കാരിന്റെ ഈ ഒരു ഓപ്പറേഷൻ തൂഫാൻ അതെന്തായാലും വളരെ ഗംഭീരമായിട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതൊന്നും കണ്ടിട്ട് അങ്ങ് സഹിക്കുന്നില്ല നമ്മുടെ ഈ പറയുന്ന ചെകുത്താൻ. അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ വന്നിരുന്ന് പറയണമല്ലോ. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പൊ മുഖ്യമന്ത്രിയെ കുറിച്ചിട്ടും അവരുടെ ഭരണത്തെ കുറിച്ചിട്ടും കോൺഗ്രസിനെ കുറിച്ചിട്ടും ഒക്കെ വളരെ മോശമായിട്ട് സംസാരിക്കുന്നത്. ഈ പറയുന്ന ഞാനും ഒരു പാർട്ടിയെയും വ്യക്തിപരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളൊന്നും അല്ല. നമുക്ക് ഏത് പാർട്ടിയാണോ നല്ലത് ചെയ്യുന്നത് ആ പാർട്ടിയെ നമ്മൾ സപ്പോർട്ട് ചെയ്യും. ഇവിടെ ഇപ്പോൾ വി.ഡി. സതീശൻ സാർ അധികാരത്തിൽ കയറി കഴിഞ്ഞിട്ട് ഒരുപാട് മാറ്റങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അദ്ദേഹം നല്ല രീതിയിൽ ജനങ്ങൾക്ക് ഉപകാരമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനും ശ്രമിക്കുന്നുണ്ട്. അതെന്തായാലും നല്ലത് തന്നെയാണ്. നല്ലത് തന്നെ വരട്ടെ, ജനങ്ങൾക്ക് പ്രയോജനമുള്ള കാര്യങ്ങൾ അദ്ദേഹം കൊണ്ടുവരട്ടെ, നിയമത്തിൽ കൊണ്ടുവരട്ടെ എന്ന് തന്നെ വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. എന്തായാലും ചെകുത്താൻ നിർത്തിയിട്ടില്ല, ഇനിയും ചെകുത്താൻ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എന്തായാലും നമുക്ക് അതുകൂടെ കാണാം. ഒരു മാസത്തെ വിലയിരുത്തല് നോക്കുകയാണെങ്കിൽ വി.ഡി. സതീശൻ അല്ല കോൺഗ്രസ് എന്ത് ചെയ്താൽ ഇവർ പറഞ്ഞ മൊത്തം സാധനം കൊള്ളാത്ത പരിപാടികളാണ്. ഇതുവരെ കേട്ടെടുത്ത് ഒന്ന് ഓപ്പറേഷൻ തൂഫാൻ, നല്ല 1-ാം തരം വിട്ടുതരം. ഇതിനു മുമ്പ് ഇതുപോലെ ഇലക്ഷന് മുമ്പ് ഇതുപോലെ കിടന്ന് പിടിക്കുന്ന ഞാൻ എല്ലാവരും കണ്ടല്ലോ. എന്തോ പിടുത്തമാണ്. ഇത് നിർത്താനേ പറ്റത്തില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കാരണം
അമേരിക്ക നോക്കിയിട്ട് നടക്കുന്നില്ല. അമേരിക്ക ഇത്രയും പോപ്പുലേഷൻ ഒന്നും ഇല്ല, ഇത്രയും ദരിദ്രവാസികളും ഇല്ല. അപ്പോ ഇവിടെ ഡ്രഗ്സിന്റെ പേരിൽ ആരെങ്കിലും അറസ്റ്റ് ചെയ്യുന്ന എല്ലാം ജയിലിൽ കൊണ്ട് അടച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. 100,000 പേരെ വേറെ റിക്രൂട്ട് ചെയ്യാൻ പറ്റും. ഇത് ചെറിയ ഫണ്ടിന്റെ ബിസിനസ് ഒന്നും അല്ല. ഈ രാജ്യത്തിന്റെ ബോർഡർ കടന്ന് ഇത് വരുന്നുണ്ട്. ലോട്ട് കണക്കിന് സാധനം വരുന്നുണ്ട്. അപ്പൊ ഇവരെങ്ങനെ ഈ ലോക്കലിലുള്ള ഈ പുള്ളികളെ പിടിച്ചിട്ട് തടയാൻ നോക്കുന്ന എന്തൊരു വിഡ്ഢിത്തരമാണ്. ഇയാൾ പറയുന്നത് തന്നെ കേട്ടില്ലേ, അതായത് ഇപ്പോഴത്തെ സർക്കാർ കയറിയതിന് ശേഷം ലഹരിയുടെ ആ ഒരു ഉപയോഗം കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അത് ലഹരി വിമുക്ത കേരളമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പുതിയൊരു പരിപാടിയാണ് ഓപ്പറേഷൻ തൂഫാൻ. അതൊരു നല്ല പരിപാടി അല്ല എന്നാണ് ഇവിടെ ചെകുത്താൻ പറയുന്നത്. കഷ്ടം തന്നെടേ. ഇവനൊക്കെ പിന്നെ കുടുംബവും കുട്ടികളും ഒന്നും ഇല്ലാത്തത് കൊണ്ട്, അതായത് ഈ മയക്കുമരുന്നിന്റെ ഉപയോഗം അല്ല അതിന്റെ കാര്യങ്ങളൊക്കെ സമൂഹത്തില് കൂടിയാലും കുറഞ്ഞാലും ഒന്നും ഇവനൊന്നും ഒരു പ്രശ്നമില്ല. കാരണം ഇവനൊന്നും കുടുംബവും കുട്ടികളും ഇല്ലല്ലോ. പക്ഷേ കുടുംബവും കുട്ടികളും വരും തലമുറയെക്കുറിച്ച് ചിന്തയൊക്കെ ഉള്ള ആൾക്കാര് ഈ ലഹരിയുടെ ഉപയോഗവും കാര്യങ്ങളെല്ലാം പൂർണ്ണമായും നിർത്തലാക്കണം. അല്ലെങ്കിൽ അത് നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് തന്നെ അതൊക്കെ നിർത്തലാക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കാരണം വളർന്നു വരുന്ന തലമുറ നശിപ്പിക്കുന്ന ഒരു വലിയ വിപത്ത് തന്നെയാണ് ഈ ലഹരി. അപ്പൊ അതിന്റെ ആ ഒരു ഉപയോഗവും കാര്യങ്ങളും എല്ലാം മൊത്തത്തിൽ ഇല്ലാതാക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പരിപാടി തന്നെ വേണം. അപ്പൊ അതിനെയും ഒക്കെ കുറിച്ചിട്ട് ഈ പറയുന്ന ചെകുത്താൻ പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ? ഇവനെയൊക്കെ എന്ത് പറയാനാണ്? യാതൊരു ബുദ്ധിയും ബോധവും ഇല്ലാതെ വന്നിരുന്ന് അങ്ങ് പ്രസംഗിക്കുക. നമുക്കറിയാം നമ്മുടെ കേരള പോലീസ് ആണെങ്കിൽ പോലും ഈ ഒരു വിഷയത്തിൽ അവരൊക്കെ ഉണ്ടല്ലോ, നല്ല ആത്മാർത്ഥമായിട്ട് തന്നെയാണ് അവരൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. നല്ല കാര്യം തന്നെയാണ്. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ എത്ര ആൾക്കാരെയാണ് ഈ ഒരു വിഷയത്തിൽ പിടികൂടിയിരിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ കേരളത്തിൽ നിന്നും ലഹരിയുടെ ആ ഒരു ഉപയോഗവും കാര്യങ്ങളും എല്ലാം പൂർണ്ണമായിട്ടും ഇല്ലാതാക്കണം. അതിന് നമ്മുടെ ഇപ്പോഴത്തെ സർക്കാരിന്റെ ഈ ഒരു പരിപാടി അത് പൂർണ്ണതയിലെത്തും, അല്ലെങ്കിൽ അത് വിജയം കാണും എന്ന് തന്നെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. 15 മുതൽ സ്ത്രീകൾക്ക് ഓർഡിനറി ബസ്സില് സൗജന്യ യാത്ര, അതിലെന്താ കുറിച്ച് പറയാനുള്ളത്? സ്ത്രീകളെല്ലാരും ഈ ബസ്സിൽ കയറി സൗജന്യ യാത്ര നടത്തട്ടെ. അവരിനി യാത്ര ചെയ്യട്ടെ. എല്ലാ സ്ത്രീകളോട് വീട്ടിൽ നിന്ന് ഇറങ്ങി ഇനി യാത്ര ചെയ്യാൻ പറ. ഓർഡിനറി ഉള്ള റോഡിലുള്ള സകല പെണ്ണുങ്ങളും ഇറങ്ങി യാത്ര ചെയ്യുക. അവ രാജ്യം പുരോഗമിക്കും. നാടിന് നല്ല വരട്ടെ. വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇതൊക്കെ എന്ത് മണ്ടത്തരം. എന്ത് ഈ സൗജന്യം എന്ന് പറഞ്ഞാൽ ആരുടെ ഇത്? വി.ഡി. സതീശന്റെ വീടിന്റെ അടുത്ത് കൊടുക്കുന്ന ആശാണോ? അതിന് സൗജന്യം എന്നൊക്കെ പറയുന്നത്. സത്യം പറഞ്ഞാൽ ഇവനെ പോലുള്ളവരോടൊന്നും മറുപടി പറഞ്ഞിട്ട് കാര്യമില്ല. ബുദ്ധിയോ ബോധമോ വിവരമോ ഒന്നും തന്നെ ഇല്ല. ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് നാലാളെ അറിയപ്പെടണം, ഒന്ന് റീച്ച് വേണം. അതിന് വേണ്ടിയിട്ട് ഓരോന്ന് കാട്ടിക്കൂട്ടുന്നു, ഓരോന്ന് പറഞ്ഞു വെക്കുന്നു. അതല്ലാതെ ഇതിൽ വലിയ കഥയും കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഈ പറയുന്ന ചെകുത്താൻ പറയുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കരുത്.